ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ ശക്തിയെ ധ്യാനിക്കാം. ദൈവമക്കളെ നമ്മൾ ജീവിക്കുന്നതും ചരിക്കുന്നതും ആയിരിക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ്. അവിടുന്ന് സമൃദ്ധമായി നമ്മുടെ മേൽ വർഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുകയും വിശ്വാസത്തിൽ വിശുദ്ധിയിൽ നിലനിൽക്കുവാൻ നമുക്ക് പ്രേരണയാവുകയും ചെയ്യുന്നു. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിനെ, അവിടുന്ന് ചെയ്യുന്ന അത്ഭുതങ്ങളെ, അടയാളങ്ങളെ വിമർശിക്കുന്നതിന് വേണ്ടി ഫരിസേയർ യേശുവിൻ്റെ നേരെ ഉന്നയിച്ച ആരോപണം ഏറ്റവും ക്രൂരവും നിന്ദ്യവുമാണ്. യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത് പിശാചിൻ്റെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് എന്ന് അവർ ആരോപിച്ചു. ഇപ്രകാരം പറയാൻ കാരണമെന്തെന്നോ, ഊമനും പിശാച് ബാധിതനുമായ ഒരു മനുഷ്യനെ ജനമധ്യേ വെച്ച് യേശു സൗഖ്യപ്പെടുത്തിയത് കൊണ്ടാണ് അവർ ഇപ്രകാരം പറഞ്ഞത്. യേശു അതിന് നൽകുന്ന മറുപടിയാണ് ലൂക്കാസ് സുവിശേഷം 11 അധ്യായം 14 മുതൽ 26 വരെയുള്ള ഇന്നത്തെ വചനഭാഗം. യേശു പറയുന്നു, അന്തർഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തർഛിദ്രമുള്ള ഭവനവും വീണു പോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? യേശുവിനെ അവർ പിശാചിൻ്റെ തലവൻ എന്ന് വിളിച്ചപ്പോൾ പോലും യേശു ശാന്തമായി അതിന് ഉത്തരം നൽകുന്നു. അവർക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിലെ ചൈതന്യം എന്തെന്നും അവർ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ദൈവം നമ്മെ സുഖപ്പെടുത്തുവാൻ മനസ്സുള്ള കാരുണ്യവാനായ ദൈവമാണ്. നമ്മെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ അവിടുന്ന് ശക്തനാണ്. എന്നാൽ തിന്മയുടെ ശക്തിയെ അതിജീവിക്കുവാൻ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ ജീവിതം തിന്മയാൽ, പൈശാചിക ബന്ധനത്താൽ വേദനിക്കുമ്പോൾ അവൻ തന്നെ തന്നെ വിശുദ്ധീകരിച്ച് നവീകരിച്ച് വീണ്ടും ഒരുക്കമുള്ളവനായി ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന തിന്മയുടെ ശക്തിയേക്കാൾ 7 ഇരട്ടി കൂടുതൽ ദ്രോഹിക്കുന്ന തിന്മയുടെ ശക്തി അവനിൽ മേൽ ആവസിക്കുകയും അവൻ്റെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാവുകയും ചെയ്യുമെന്നാണ്. നോക്കൂ, നാം നന്മ ചെയ്ത് ജീവിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും പരിശ്രമിക്കുമ്പോഴാണ് ഏറെ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും നമുക്കുണ്ടാവുക. ആ പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്തെന്നോ ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്ന പാഠം അതാണ്. നാം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം. ദുർചിന്ത, തിന്മയോടുള്ള ആസക്തികൾ, പാപത്തിലുള്ള അടിമത്വം, ദുരാഗ്രഹം, അത്യാഗ്രഹം, ഈ ലോകത്തിൻ്റെ സമ്പത്തിനോടുള്ള അമിതമായ ആഗ്രഹം, വിദ്വേഷം, പക, സഹോദരങ്ങളുടെ വെറുപ്പ്, ഇങ്ങനെയുള്ളവയെല്ലാം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ട് നാം പുറമേ നന്മയായി ശരിയായി എന്ന് കരുതിയാൽ ഒന്നും ശരിയാവുകയില്ല. നാം കുറച്ചുകൂടി ഹൃദയം വിശുദ്ധിയുള്ളവരാകണമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ മാർഗങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുകയും കർത്താവിൻ്റെ കൃപയിലേക്ക് തിരികുകയും ചെയ്യാം. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ദൈവമക്കളായി തീരുവാൻ വേണ്ട കൃപയ്ക്കായി ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.